ഹലോ ഓൾ, ഈ വർഷം നടന്ന JEE 2025 സെഷൻ 1-ൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാകും റെസ്പോൺസ് ഷീറ്റും ആൻസർ കീയും ഒക്കെ വന്നതോട് കൂടിയിട്ട് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസിൽ മിസ്റ്റേക്ക് ഉണ്ട്, ആൻസർ കീയിൽ മിസ്റ്റേക്ക് ഉണ്ട് എന്നൊക്കെ പല കുട്ടികളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാ വർഷവും എന്ത് ചെയ്യാറുണ്ട്, ഡ്രോപ്പ് ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ ബോണസ് മാർക്ക് കുട്ടികൾക്ക് കിട്ടാറുണ്ട്. അതുപോലെ തന്നെ ആൻസർ കീയിൽ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ NT അത് ചേഞ്ച് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് എല്ലാ വർഷവും സംഭവിക്കാറുള്ളത്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ കഴിഞ്ഞ സെഷൻ 1 എക്സാമിലെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെയും കടന്നു പോയിട്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻസിലാണ് മിസ്റ്റേക്ക് ഉള്ളത് അല്ലെങ്കിൽ ഏതൊക്കെ ആൻസർ കീയിലാണ് തെറ്റ് വന്നിട്ടുള്ളത് എന്നുള്ളത് ഞാനിവിടെ ഓരോന്നും കാണിക്കാൻ പോവുകയാണ്. മുഴുവനായിട്ടും കാണുക. അതുപോലെ തന്നെ നമുക്കറിയാം ഈ വർഷം 10 എക്സാമുകൾക്ക് വേണ്ടി 750 ക്വസ്റ്റ്യൻസ് ആണ് NTA തയ്യാറാക്കിയത്. അപ്പോൾ അതിൽ ഓഫ് കോഴ്സ് 5-10 ക്വസ്റ്റ്യൻസിൽ ചിലപ്പോൾ മിസ്റ്റേക്കുകൾ വന്നേക്കാം എന്നുള്ളത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ആൻസർ കീയിൽ ചിലപ്പോൾ തെറ്റുകൾ വന്നേക്കാം. അപ്പോൾ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആർക്കൊക്കെയാണ് ഈ മാർക്ക് കിട്ടുക, ഇൻ കേസ് ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ റോങ് ആണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ കുട്ടികൾക്കാണ് ആ ബോണസ് മാർക്ക് കിട്ടുക എന്നുള്ളതടക്കം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ബോണസ് എന്ന് ഉദ്ദേശിക്കുന്നത് മാർക്സ് അവാർഡഡ് ടു കോമ്പൻസേറ്റ് ഫോർ എറേഴ്സ് ഓർ സിലബസ് ഡീവിയേഷൻ. സിലബസിൽ നിന്ന് ഒരുപാട് ഡീവിയേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളോ അതല്ലാന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് എററുകളോ ഉണ്ടെന്നുണ്ടെങ്കിൽ, തെറ്റുകളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ ബോണസ് മാർക്ക് എന്ന് പറയുന്നത്. അതുപോലെ ഡ്രോപ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് റിമൂവ്ഡ് ഫ്രം ഇവാലുവേഷൻ ഡ്യൂ ടു എറേഴ്സ് ഓർ ആംബിഗ്യൂറ്റി. അതായത് അതിന് ആൻസർ കണ്ടെത്താൻ തന്നെ ബുദ്ധിമുട്ടാണ്. ആ ക്വസ്റ്റ്യൻ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ മൊത്തത്തിൽ എന്ത് ചെയ്യും, ഈ എക്സാമിൻ്റെ ഇവാലുവേഷനിൽ നിന്ന് തന്നെ എടുത്ത് കളയും. അതുപോലെ റോങ് ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് വിത്ത് ഇൻകറക്റ്റ് ഓപ്ഷൻസ് ഓർ ആൻസേഴ്സ്. റോങ് എന്ന് ഉദ്ദേശിക്കുന്നത് ആൻസർ കീയിൽ മാറ്റാൻ പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ ഐഡൻറ്റിഫൈഡ് പോസ്റ്റ് എക്സാം കഴിഞ്ഞിട്ട് ആൻസർ കീയിലെ തെറ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനാണ് നമ്മൾ റോങ് എന്ന് പറയുന്ന കാറ്റഗറി കൊണ്ട് വിളിക്കുക. അത് NTA എന്ത് ചെയ്യും, ആ ആൻസർ കീ കുട്ടികൾ റിപ്പോർട്ട് ചെയ്തത് അല്ലെങ്കിൽ ടീച്ചേഴ്സ് റിപ്പോർട്ട് ചെയ്തത് ശരിയാണെന്നുണ്ടെങ്കിൽ ആൻസർ കീ അതിനനുസരിച്ച് മാറ്റുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ ഇനി സെക്ഷൻ A, സെക്ഷൻ B നമുക്കറിയാം MCQs ഉണ്ട്, ന്യൂമറിക്കൽ ടൈപ്പ് ഉണ്ട്. സെക്ഷൻ Aയിലേക്ക് വരികയാണെങ്കിൽ ഡ്രോപ്ഡ് ഡ്യൂ ടു എറേഴ്സ് ഓർ ആംബിഗ്യൂറ്റി. എക്സാമ്പിൾ മൾട്ടിപ്പിൾ കറക്റ്റ് ആൻസേഴ്സ് ഒക്കെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ABCDയിൽ Aയും Cയും കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും മാർക്ക് കിട്ടും. ഓക്കെ, അതാണ് MCQസിൽ. സെക്ഷൻ Bയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എററുകൾ കാരണം ക്വസ്റ്റ്യൻസ് ഡ്രോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൺലി കാൻഡിഡേറ്റ്സ് ഹു അറ്റംപ്റ്റഡ് വിൽ ഗെറ്റ് ദ മാർക്ക്. മനസ്സിലായോ? ഡ്രോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് ബോണസ് ഓർ ഡ്രോപ്ഡ് ആണെന്നുണ്ടെങ്കിൽ, രണ്ടാണെന്നുണ്ടെങ്കിൽ അതായത് ഒന്നുകിൽ ക്വസ്റ്റ്യൻസിൽ മിസ്റ്റേക്ക് ഉണ്ടാവാം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആൻസേഴ്സ് വന്നിട്ടുണ്ടാവാം, Aയും Cയും കറക്റ്റ് ആവാം. അങ്ങനത്തെ കേസുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ സെക്ഷൻ Aയിൽ എല്ലാവർക്കും മാർക്ക് കിട്ടും. സെക്ഷൻ Bയിൽ അറ്റംപ്റ്റ് ചെയ്ത കുട്ടികൾക്ക് മാത്രമാണ് എന്ത് ചെയ്യുക, ആ ഡ്രോപ്പ് ചെയ്ത ക്വസ്റ്റ്യൻസിന് മാർക്ക് കിട്ടുക. ഇനി ഡ്രോപ്ഡ് ഇൻ സെക്ഷൻ A എല്ലാവർക്കും +4 മാർക്കാണ് കിട്ടുക. ഒരു ക്വസ്റ്റ്യൻ്റെ മാർക്ക് 4 ആണ്, അതെല്ലാവർക്കും കിട്ടും. സെക്ഷൻ Bയിൽ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് അറ്റംപ്റ്റ് ചെയ്തവർക്ക് മാത്രമേ ആ 4 മാർക്ക് കിട്ടുകയുള്ളൂ. അറ്റംപ്റ്റ് ചെയ്യാതെ വായിക്കാതെ വിട്ട ആളുകൾക്ക് എന്ത് ചെയ്യില്ല, ആ മാർക്ക് കിട്ടില്ല എന്നുള്ളതാണ് റൂള്. അതുപോലെ റോങ് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ +4 മാർക്ക് ഫോർ ഓൾ കാൻഡിഡേറ്റ്സ് ട്രീറ്റഡ് ആസ് സെക്ഷൻ A ഡ്രോപ്പ്. അതായത് ക്വസ്റ്റ്യനിൽ തെറ്റാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആൻസർ കീ മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ ആൻസർ കീ കറക്റ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ട് എഴുതി എല്ലാവർക്കും അതിൻ്റെ മാർക്ക് കിട്ടും. നെഗറ്റീവ് മാർക്കിംഗ് റിവേഴ്സൽ. ഇഫ് എറർ കോസ്റ്റ് ഇൻകറക്റ്റ് പെനൽറ്റി ഡിഡക്റ്റഡ് മാർക്സ് ആർ റീഫണ്ടഡ്. എന്ന് വെച്ചാൽ ആൻസർ കീയിലെ തെറ്റ് കാരണം നിങ്ങൾക്ക് ഇപ്പോഴത്തെ നിങ്ങളുടെ മാർക്ക് ചിലപ്പോൾ ഒരു -1 കിട്ടിയിട്ടുണ്ടാകും. ആ കുട്ടികളുടെ നെഗറ്റീവ് മാർക്ക് എന്ത് ചെയ്യും, റിവേഴ്സ് ചെയ്ത് കൊടുക്കും എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആർക്കൊക്കെ മാർക്ക് കിട്ടും അതിൻ്റെ ഡിഫറെൻറ്റ് സിനാരിയോസ്. അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ MCQസിലെ പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കുമാണ് അത് മാർക്ക് കിട്ടുക. പക്ഷേ സെക്ഷൻ Bയിലെ റിമൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ ബോണസ് ക്വസ്റ്റ്യൻസിൻ്റെ മാർക്ക് അറ്റംപ്റ്റ് ചെയ്ത ആളുകൾക്ക് മാത്രമേ കിട്ടുകയുള്ളൂ. ഇനി ഞാൻ ഓരോരോ ഷിഫ്റ്റിലും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ എഴുതിയ ഷിഫ്റ്റിൽ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും താഴെ മെൻഷൻ ചെയ്യാൻ മറക്കരുത്. 2022 ജനുവരി 22 ഷിഫ്റ്റ് 1-ലെ ഫിസിക്സിലെ വെർണിയർ കാലിപ്പറിൻ്റെ ക്വസ്റ്റ്യനിൽ NTAയുടെ ആൻസർ കീ 2 ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 is true but 2 is false ആണ്. പക്ഷേ കറക്റ്റ് ആൻസർ എന്താണ്, 1 ആണ്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ ഫോൾസ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്തത് ഷിഫ്റ്റ് 2 22 ജനുവരിയിൽ തന്നെ രണ്ടാമത്തെ ഷിഫ്റ്റിലെ നമ്മുടെ ഗേറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അതിലെന്താണ്, NTAയുടെ ആൻസർ കീ 2 ആണ്. കറക്റ്റ് ആൻസർ അത് ബോണസ് ആണ്. അത് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പോവാണ്, ഇതിൻ്റെ മാർക്ക് കിട്ടും. അതുപോലെ തന്നെ ഇത് കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻ ആണ്. കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻ ഏതാ ഷിഫ്റ്റ്, ജനുവരി 23 ഷിഫ്റ്റ് 1-ലെ ക്വസ്റ്റ്യൻ ആണ്. NTAയുടെ ആൻസർ 897 ആണ്. പക്ഷേ കറക്റ്റ് ആൻസർ 900 ആണ്. ഇത് എഴുതിയ ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ താഴെ പറയാം. സിമിലർലി നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അത് ജനുവരി 23 വന്നത്. NTAയുടെ ആൻസർ 3 ആണ്. അത് കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബോണസ് ആണ്. എല്ലാവർക്കും ഇതിൻ്റെ എന്ത് കിട്ടാൻ പോകാൻ, മാർക്ക് കിട്ടാൻ പോകാണ്. പക്ഷേ ഇത് ന്യൂമറിക്കൽ ആയതുകൊണ്ട് അറ്റംപ്റ്റ് ചെയ്ത ആളുകൾക്കാണ് ഇതിൻ്റെ ബോണസ് മാർക്ക് കിട്ടുക എന്നുള്ളത് ഓർക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആൻസർ ഇതും ബോണസ് മാർക്കായിട്ട് ലീവ് ചെയ്യാൻ പോവാണ്. ഒരു ന്യൂമറിക്കൽ ടൈപ്പ് ഓഫ് ചോദ്യമാണ്. അഗൈൻ അടുത്തത് എമംഗ് ദ ഫോളോയിങ് കാറ്റയോൺസ്. അതായത് ജനുവരി 24 ഷിഫ്റ്റ് 1-ലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യനിൽ NTAയുടെ ആൻസർ 3 ആണ്. പക്ഷേ കറക്റ്റ് ആൻസർ 4 ആണെന്നുള്ളത് ഓർക്കുക. ഇനി നമ്മൾ അന്ന് തന്നെ ഫിസിക്സിലെ ജനുവരി 24 ഷിഫ്റ്റ് 1-ലേക്ക് പോകുകയാണെങ്കിൽ ഫിസിക്സിൽ 48 NTA ആൻസർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതും ബോണസ് മാർക്കായിട്ട് കിട്ടാൻ പോവുകയാണ്. അടുത്തത്
28 വരാണെങ്കിൽ ജനുവരി 28 വരാണെന്നുണ്ടെങ്കിലും ന്യൂമറിക്കലിൽ അഗെയിൻ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. 4 NTA യുടെ ആൻസർ. പക്ഷേ അത് ബോണസ് മാർക്കായിട്ട് കിട്ടാനാണ് സാധ്യത. ഇതെല്ലാം ഒരുപാട് ടീച്ചേഴ്സ് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഓൾറെഡി NTA ആയിട്ട് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ഇനി റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കെമിസ്ട്രിയിലെ 28 ജനുവരി ഷിഫ്റ്റ് 1 ഒരു ക്വസ്റ്റ്യൻ ആണ്. NTA യുടെ ആൻസർ 4 ആണ്. പക്ഷേ കറക്റ്റ് ആൻസർ ബോണസ് ആയിരിക്കും. അതുപോലെ തന്നെ അനദർ കെമിസ്ട്രി ക്വസ്റ്റ്യൻ ഫ്രം 28 ജനുവരി ഷിഫ്റ്റ് 1. NTA ആൻസർ ഇസ് 1 ബട്ട് കറക്റ്റ് ആൻസർ ഇസ് ആക്ച്വലി 3. ഇതൊക്കെ എഴുതിയ ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ 3 എഴുതിയ ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് മെൻഷൻ ചെയ്യാം. 28 ജനുവരി ഷിഫ്റ്റ് 2 പോകുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സി അനദർ ക്വസ്റ്റ്യൻ. അതിൻ്റെ NTA ആൻസർ 1 ആണ്. പക്ഷേ കറക്റ്റ് ആൻസർ വിൽ ബി ബോണസ്. അടുത്തത് നമ്മുടെ 28 ജനുവരിയിലെ ഫിസിക്സിലെ ചോദ്യമാണ്. അവിടെ NTA യുടെ ആൻസർ 4 ആണ്. പക്ഷേ കറക്റ്റ് ആൻസർ 3 and 4 ആണ്. 3ഉം 4ഉം ഇതിൻ്റെ ആൻസർ ആണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എന്താവുന്നുള്ളത് നമ്മൾ കാത്തിരിക്കുന്നത് ബോണസ് ആയിരിക്കും അല്ലെങ്കിൽ ഇത് റിമൂവ് ചെയ്യുമോ എന്നുള്ളത് നമുക്ക് നോക്കി നിന്ന് കാണാം. അതുപോലെ അടുത്ത ക്വസ്റ്റ്യനും ഫിസിക്സ് തന്നെയാണ്. ഫിസിക്സിൽ ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട്. 29 ജനുവരിയിൽ NTA ആൻസർ 3 ബട്ട് കറക്റ്റ് ആൻസർ ഇസ് ബോണസ്. എന്ന് വെച്ചാൽ എല്ലാവർക്കും അതിന് മാർക്ക് കിട്ടും. അത് ന്യൂമറിക്കൽ ആണെങ്കിൽ അറ്റംപ്റ്റ് ചെയ്ത ആളുകൾക്കാണ് മാർക്ക് കിട്ടുക. അടുത്തത് MCQ തന്നെയാണ്. ജനുവരി 29 NTA ആൻസർ ഇസ് ഓപ്ഷൻ 3 ബട്ട് ആക്ച്വലി കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 1. 348 കെൽവിൻ ആൻഡ് 300 ജൂൾ ആണ്. ഇത് കറക്റ്റായിട്ട് എഴുതിയ ആളുകൾക്ക് അതിൻ്റെ മാർക്ക് കിട്ടും. നെഗറ്റീവ് മാർക്ക് റിവേഴ്സൽ ഉണ്ടായിരിക്കും. ഇനി 29 ജനുവരിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. NTA ആൻസർ ഇസ് ആക്ച്വലി 1 ബട്ട് കറക്റ്റ് ആൻസർ വിൽ ബി ബോണസ്. ഓക്കെ, അടുത്തത് ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ നമ്മുടെ ഐസോതെർമൽ ആൻഡ് അഡയാബാറ്റിക് പ്രോസസ്സുകളുടെ കമ്പാരിസൺ ആണ്. NTA ആൻസർ ഇസ് ആക്ച്വലി ഓപ്ഷൻ 1. A is false, R is true, ബട്ട് ആൻസർ എന്താണ് 2 ആണ്. കറക്റ്റ് ആൻസർ ഇസ് 2. ബോത്ത് A and R are true and R is the correct explanation. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ നമ്മുടെ ഡയമെൻഷണൽ അനാലിസിസിലെ ക്വസ്റ്റ്യൻ ആണ്. ഇതും വളരെ ഒരു സില്ലി മിസ്റ്റേക്ക് ആണെന്ന് തന്നെ പറയാം. 77 ആണ് NTA ആൻസർ ചെയ്തിട്ടുള്ളത്. പക്ഷേ പെർസെൻറ്റേജ് എറർ ആണ് ചോദിച്ചത് കൊണ്ട് തന്നെ ആൻസർ 7700 ആയിരിക്കും. ഫ്രാക്ഷണൽ എറർ ആയിരുന്നെങ്കിൽ 77 ആണ് ആൻസർ വരേണ്ടത്. അപ്പോൾ 7700 എഴുതിയ ആളുകൾക്ക് മാർക്ക് കിട്ടും എന്ന് ധൈര്യമായിട്ട് വിശ്വസിക്കാം. അഗെയിൻ അടുത്ത മാത്സിലെ 29 ജനുവരി ഷിഫ്റ്റ് 2 മാത്സിലെ ക്വസ്റ്റ്യൻ ആണ്. NTA ആൻസർ ഇസ് 2 ബട്ട് എന്താണ് ഓപ്ഷൻ 2 ആണ്. പക്ഷേ ഇതും ബോണസ് ആയിട്ട് വരാനാണ് സാധ്യത. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് 2025 സെഷൻ 1 ആംബിഗ്യൂറ്റി ഉള്ളത് അല്ലെങ്കിൽ കൺഫ്യൂഷൻസ് ഉള്ളത്. ആൻസർ കീയിലോ ക്വസ്റ്റ്യനിലോ തെറ്റുണ്ടെന്ന് സംശയമുള്ള ചോദ്യങ്ങൾ ഇത്രയുമാണ്. ഇതെല്ലാം ഓൾറെഡി റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതിലെല്ലാം സബ്ജക്റ്റ് എക്സ്പേർട്ടുകൾ ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഇത് NTA പറഞ്ഞതാണോ ശരി, കുട്ടികൾ പറഞ്ഞതാണോ ശരി എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ നോക്കും. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് ചാനലുകൾ ഒരുപാട് എക്സ്പേർട്ട് ടീച്ചേഴ്സ് ഇതെല്ലാം വെരിഫൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അവരുടെ ഒപ്പീനിയനാണ് നിങ്ങൾ ഈ കാണുന്നത്. അതുകൊണ്ട് മോസ്റ്റ് പ്രോബബ്ലി ഈ പറയുന്ന സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൻസർ തന്നെ ഫൈനലി ശരിയാവാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. അപ്പോൾ ഇതാണ് ബേസിക്കലി JEE-യിലെ ബോണസ് മാർക്ക് അല്ലെങ്കിൽ ഡ്രോപ്ഡ് ക്വസ്റ്റ്യൻസിൽ സംഭവിക്കാൻ പോകുന്നത്. ഇതിൽ ഓരോന്നും നിങ്ങൾ എഴുതിയത് നിങ്ങളുടെ എക്സാമിൽ ഈ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ എഴുതിയ ആൻസർ ഈ കറക്റ്റ് ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ആൻസർ കീ നോക്കിയപ്പം NTA-യുടെ ആൻസർ പ്രകാരം നിങ്ങൾക്ക് മാർക്ക് കിട്ടിയില്ല എന്നായിരിക്കും വിചാരിക്കുന്നുണ്ടാവുക. പക്ഷേ അതെന്താ ചെയ്യാൻ പോവാണ്, നിങ്ങൾ എഴുതിയ ആൻസർ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മാർക്ക് കിട്ടും. എസ്പെഷ്യലി നമ്മുടെ ഡയമെൻഷണൽ അനാലിസിസിൻ്റെ ക്വസ്റ്റ്യനിൽ 7700 എഴുതിയ ആളുകൾക്കൊക്കെ +5 ആണ് വരാൻ പോകുന്നത്. ഓൾറെഡി -1 കിടക്കുകയായിരുന്നു. അത് എന്താകാൻ പോവാണ് +1ഉം പിന്നെ 4ഉം കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് +5 മാർക്ക് കിട്ടുമെന്ന് നിങ്ങൾക്ക് സന്തോഷിക്കാം. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായിട്ടും ആസ് യൂഷ്വൽ നിങ്ങൾ കമൻറ്റിൽ പറയണം. ആൻഡ് ഈ വീഡിയോ മാക്സിമം JEE സെഷൻ 1 എഴുതിയ എല്ലാ കുട്ടികൾക്കും എന്ത് ചെയ്യണം, ഷെയർ ചെയ്ത് കൊടുക്കണം.